Assignment problem of type 2. Solve the following assignment problem. Here we have 4 rows and 4 columns. Solution. First step and 4 rows. We have 4 rows and 4 columns. First step, subtract the least element of each row from all the elements of that row. That means first row ile smallest element 8 ആണ്. First row ile smallest element 8 ആണ്. So 8 കൊണ്ട് subtract ചെയ്യാം. So 12 minus 8 4. Next 10 minus 8 2. 8 minus 8 0. 9 minus 8 1. Second row ile smallest 7 ആണ്. So 7 കൊണ്ട് subtract ചെയ്യാം. 8 minus 7 1. 9 minus 7 2. 11 minus 7 4. 7 minus 7 0. Third row ile smallest 10 ആണ്. So 10 കൊണ്ട് subtract ചെയ്യാം. 11 minus 10 1. 14 minus 10 4. 12 minus 10 2. 10 minus 10 0. Last row ile smallest 8 ആണ്. So 8 കൊണ്ട് subtract ചെയ്യാം. 9 minus 8 1. 9 minus 8 1. 8 minus 8 0. 9 minus 8 1. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. Then second സ്റ്റെപ്പ്, ഫസ്റ്റ് കോളത്തിലെ സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കുക. ഫസ്റ്റ് കോളത്തിലെ സ്മോളസ്റ്റ് സ്റ്റെപ്പ് 2. 1 2 3 4 A B C D. ഫസ്റ്റ് കോളത്തിലെ സ്മോളസ്റ്റ് 1 ആണ്. സോ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. 4 minus 1 3. 1 minus 1 0. 1 minus 1 0. 1 minus 1 0. സെക്കൻഡ് കോളത്തിലെ സ്മോളസ്റ്റ് 1 ആണ്. സോ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. 2 minus 1 1. 2 minus 1 1. 4 minus 1 3. 1 minus 1 0. തേർഡ് റോയിൽ 0 ആണ് സ്മോളസ്റ്റ്. സോ സെയിം തന്നെ വരും. 0 4 2 0. ലാസ്റ്റ് കോളത്തിൽ സ്മോളസ്റ്റ് 0 തന്നെയാണ്. സോ 1 0 0 1 വരും. ദെൻ അസൈൻമെൻറ്റ് കൊടുക്കാം. ഫസ്റ്റ് ഇപ്പം കോളത്തിലെയും റോയിലെ സ്മോളസ്റ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ദെൻ സ്റ്റെപ്പ് 3 നമ്മൾ 0 മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് റോ നോക്കുന്നു. ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ. സോ അത് മാർക്ക് ചെയ്യുന്നു. കറസ്പോണ്ടിങ് വരുന്നത് ഈ 0യ്ക്ക് കറസ്പോണ്ടിങ് കോളവും കറസ്പോണ്ടിങ് റോയിൽ വേറെ 0 ഇല്ല. ഇതിന് കറസ്പോണ്ടിങ് കോളം വരുന്ന ഇത് കട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് റോ നോക്കുന്നു. സെക്കൻഡ് റോയിൽ 2 0 ഉണ്ട്. സോ സെലക്ട് ചെയ്യുന്നില്ല. തേർഡ് റോയിൽ 2 0 ഉണ്ട്. സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് റോയിലും 2 0 സെലക്ട് ചെയ്യുന്നില്ല. ദെൻ കോളം വൈസ് നോക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ 3 zeros ഉണ്ട്. സെക്കൻഡ് കോളത്തിൽ ഒരു 0 ഉള്ളൂ. സോ അത് സെലക്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്യുന്നു. ദെൻ തേർഡ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് 2 0 ഉണ്ട്. ഇപ്പോൾ 0 അസൈൻ ചെയ്തു. അസൈൻ ചെയ്തു. ബട്ട് നൗ ഫൈൻഡ് ദാറ്റ് അസൈൻമെന്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. ബട്ട് 2 rows and 2 columns have 0 അസൈൻമെന്റ്. ഇവിടെ നോക്കുമ്പോൾ 2 റോയ്ക്ക് 0 അസൈൻ ചെയ്തിട്ടുള്ളൂ. കോളം ആണെങ്കിലും 2 കോളത്തിനെ 0 അസൈൻ ചെയ്തുള്ളൂ. എല്ലാ കോളത്തിനും എല്ലാ റോയ്ക്കും 0 അസൈൻ ചെയ്യണം. സോ നമുക്ക് ചൂസ് ചെയ്യാം. സെക്കൻഡ് റോയിൽ 2 zeros ഉണ്ട്. അപ്പം നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുവാണ്. ഏത് 0 വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ 1 2 3 4 A
B, C, D. Three, 1, 0, 1, 0, 1, 4, 0, 0, 3, 2, 0, 0 കട്ടായി പോയി, 0 മാർക്ക് ചെയ്തു, 0 കട്ടായി പോയി, 1. അപ്പോൾ ഇതാണ് ഈ ടേബിൾ ഇങ്ങോട്ട് വരച്ചതാണ്. അപ്പം 0 മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ സെറ്റ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോയിൽ 2 സീറോസ് ഉണ്ട്. അപ്പോൾ ഏത് സീറോ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഈ സീറോയാണ് സെലക്ട് ചെയ്യുന്നു. 2 സീറോ ഉണ്ട്, ഈ സീറോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കട്ടായി പോവും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇതും കട്ടായി പോവും. അപ്പോൾ ഈ സീറോയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതും കട്ടായി പോവും. ദെൻ തേർഡ് റോയിൽ ഈ സീറോ. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. ഫസ്റ്റ് സൊല്യൂഷൻ ഇതാണ്, അതായത് ഇത് സെലക്ട് ചെയ്തു. സെക്കൻഡ് സൊല്യൂഷൻ നമ്മൾ ഇതിന് പകരം ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഈ സീറോയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കട്ടായി പോവും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് കട്ടായി പോവും. സോ ഇത് സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 2 സൊല്യൂഷൻ സെറ്റാണ് കിട്ടിയത്. ഫസ്റ്റ് സൊല്യൂഷൻ സെറ്റ് ദിസ് 1, അതായത് സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് 1ന് C കൊടുക്കുന്നു, 2ന് 1ന് C കൊടുക്കുന്നു, 2ന് A കൊടുക്കുന്നു, 3ക്ക് D അസൈൻ ചെയ്യുന്നു, 4ന് B അസൈൻ ചെയ്യുന്നു. സെക്കൻഡ് റോയിൽ ഈ സീറോ സെലക്ട് ചെയ്താൽ, സോ സെക്കൻഡ് റോയിൽ ഈ സീറോയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 1ന് C അസൈൻ ചെയ്തു, 2ന് D അസൈൻ ചെയ്തു, 3ക്ക് A അസൈൻ ചെയ്യുന്നു, 4ന് B അസൈൻമെൻറ്റ് ചെയ്തു. സോ ടോട്ടൽ കോസ്റ്റ് നോക്കാം. 1ന് C അസൈൻ ചെയ്യുവാണെങ്കിൽ 1ന് ഇവിടെ ടോട്ടൽ കോസ്റ്റ് 1ന് C അസൈൻ ചെയ്യുവാണെങ്കിൽ 8, 1ന് C അസൈൻ ചെയ്യുമ്പം 8 പ്ലസ് 2ന് A അസൈൻ ചെയ്യുവാണെങ്കിൽ 8 ആണ്. സോ 8 പ്ലസ് 3ക്ക് D അസൈൻ ചെയ്യുമ്പം 10 പ്ലസ് 4ന് B അസൈൻ ചെയ്യുന്നു. 4ന് B അസൈൻ ചെയ്യുമ്പോൾ 9. So total cost we get 8 plus 8 plus 10 plus 9, 35 എന്ന് കിട്ടും. ഇവിടെ 1ന് C അസൈൻ ചെയ്തു, 2ന് D ആണ് അസൈൻ ചെയ്തത്. 1ന് C അസൈൻ ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് 1ന് C അസൈൻ ചെയ്തു. 1ന് C അസൈൻ ചെയ്യുമ്പോൾ 8 ആണ്. സോ ടോട്ടൽ കോസ്റ്റ് ഈസ് 8 പ്ലസ് 2ന് D ആണ് അസൈൻ ചെയ്തത്. 2ന് D അസൈൻ ചെയ്യുമ്പം 7 പ്ലസ് 3ക്ക് Aയും 4ന് Bയും ആണ്. സോ 3ക്ക് A വരുമ്പോൾ 11, 4ന് B വരുമ്പോൾ 9. സോ 11 plus 9, answer 35. So total cost 35 ആയിരിക്കും രണ്ട് കേസിലും. അപ്പോൾ 2 സൊല്യൂഷൻ സെറ്റ് ഉണ്ട്. കാരണം ഈ 2 സീറോ നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് ഇത് സെലക്ട് ചെയ്യുവാണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് ഇത് വരും. ഈ സീറോയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സൊല്യൂഷൻ സെറ്റ് ഇത് വരും. ടോട്ടൽ കോസ്റ്റ് സെയിം ആയിരിക്കും. Consider the next problem. Solve the following assignment problem. Job 1, 2, 3 തന്നിട്ടുണ്ട്. Men A, B, C. Solution. First step, subtracting the smallest element of every row from all the elements of that row. First row ile smallest 2 ആണ്. So 2 കൊണ്ട് subtract ചെയ്യുമ്പോൾ 1, 2, 3 job ഉണ്ട്. Men A, B, C. ഫസ്റ്റ് റോയിൽ സ്മോളസ്റ്റ് 2 ആണ്. 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പം 2 - 2 0, 6 - 2 4,
2 minus 2 0. സെക്കൻഡ് റോയിൽ സ്മോളസ്റ്റ് 1 ആണ്. സോ 1 minus 1 0. 4 minus 1 3. 1 minus 1 0. ദെൻ ലാസ്റ്റ് റോയിൽ സ്മോളസ്റ്റ് 3 ആണ്. സോ 5 minus 3 2. 3 minus 3 0. 8 minus 3 5. ഇപ്പോൾ റോയുടെ കേസ് കഴിഞ്ഞു. ദെൻ കോളം നോക്കുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ സ്മോളസ്റ്റ് 0 ആണ്. അപ്പോൾ ഇത് തന്നെ സെയിം റിപ്പീറ്റ് വരും. സെക്കൻഡ് കോളത്തിലും 0 ഉണ്ട്. സോ ഇത് സെയിം റിപ്പീറ്റ് ചെയ്ത് വരും. തേർഡ് റോയിലും 0 ഉണ്ട്. തേർഡ് കോളത്തിൽ 0 ഉണ്ട്. അപ്പം ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളത്തിലും 0 ഉള്ളതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്താലും സെയിം എലമെൻറ്റ് തന്നെ വരും. സോ സെയിം മെട്രിക്സ് തന്നെ വരും. ദെൻ വി ക്യാൻ മാർക്ക് അസ് 0. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ 2 0 ഉണ്ട്. സോ സെലക്ട് ചെയ്യുന്നില്ല. സെക്കൻഡ് റോയിലും 2 0 ഉണ്ട്. സെലക്ട് ചെയ്യുന്നില്ല. തേർഡ് റോയിൽ ഒരു 0 ഉള്ളൂ. സോ അത് സെലക്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് സീറോസ് കട്ട് ചെയ്യും. കറസ്പോണ്ടിങ് സീറോസ് ഇല്ല. ദെൻ കോളം വൈസ് നോക്കുവാണെങ്കിലും ഫസ്റ്റ് കോളത്തിൽ 2 0 ഉണ്ട്. തേർഡ് കോളത്തിലും 2 0 ഉണ്ട്. സോ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയില്ല. We have no 1 0 row or column, so we selected 2 0 rows. ഇനിയും നോക്കും 1 0 rows ഇല്ല. സോ 2 zeros ആണ് ഉള്ളത്. സോ ഇത് സെലക്ട് ഫസ്റ്റ് റോയ് നോക്കുന്നു. അപ്പോൾ 2 ഫസ്റ്റ് റോയ് ആണ് ആദ്യം നോക്കുന്നത്. 2 zeros ഉണ്ട്. സോ ഈ 0 സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു സൊല്യൂഷൻ സെറ്റ് കിട്ടും. ഇത് സെലക്ട് ചെയ്യുവാണെങ്കിൽ അടുത്ത സൊല്യൂഷൻ സെറ്റ് കിട്ടും. സോ സൊല്യൂഷൻ 1. 1 2 3 0 4 0 0 3 0 2 0 5. ഈ 0 സെലക്ട് ചെയ്യുവാണെങ്കിൽ കറസ്പോണ്ടിങ് കോളത്തിലെയും റോയിലെയും കട്ടായി പോകും. ഇതും കട്ടായി പോകും. ദെൻ സെക്കൻഡ് റോ നോക്കുമ്പോൾ ഒരു 0 ഉള്ളൂ. സോ ഇത് മാർക്ക് ചെയ്തു. ഇതാണ് സൊല്യൂഷൻ സെറ്റ് 1. ദെൻ സൊല്യൂഷൻ സെറ്റ് 2. സൊല്യൂഷൻ 2 ഇതെഴുതുന്നു. 0 4 0 0 3 0 2 0 5. 1 2 3 A B C. അപ്പം ഇത് 2 0 ഉണ്ട്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുവാണെങ്കിൽ സൊല്യൂഷൻ കിട്ടും. ഇതാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് റോയി വരുന്നത് കട്ടായിപ്പോവും. കറസ്പോണ്ടിങ് കോളത്തിൽ വരുന്ന കട്ടായിപ്പോവും. സോ സെലക്ട് ചെയ്യുന്നു ഇത്. ഇപ്പോൾ 2 സൊല്യൂഷൻ സെറ്റ് ഉണ്ട്. അതായത് ഫസ്റ്റ് സൊല്യൂഷൻ സെറ്റിൽ 1-ന് A ആണ്. A B C. 1-ന് A സെലക്ട് ചെയ്തു. 2-ന് C സെലക്ട് ചെയ്തു. 3-ക്ക് B സെലക്ട് ചെയ്തു. സൊല്യൂഷൻ സെറ്റ്. ഇവിടെയാണെങ്കിൽ 1-ന് C സെലക്ട് ചെയ്തു. 2-ന് A സെലക്ട് ചെയ്തു. 3-ക്ക് B സെലക്ട് ചെയ്തു. ദെൻ ടോട്ടൽ കോസ്റ്റ് നോക്കാം. ടോട്ടൽ കോസ്റ്റ് സൊല്യൂഷൻ 1-ൻ്റെ ടോട്ടൽ കോസ്റ്റ്. സൊല്യൂഷൻ 1-ൻ്റെ ടോട്ടൽ കോസ്റ്റ്. സൊല്യൂഷൻ 1-ന് A ആണ് ചൂസ് ചെയ്തേക്കുന്നത്. 1-ന് A ചൂസ് ചെയ്യുമ്പം 2 പ്ലസ് ദെൻ 2-ന് C ആണ് ചൂസ് ചെയ്തേക്കുന്നത്. 2-ന് C. അപ്പം 1 പ്ലസ് 3-ക്ക് B സെലക്ട് ചെയ്യുമ്പോൾ 3. സോ കോസ്റ്റ് 2 പ്ലസ് 1 പ്ലസ് 3 6 റുപ്പീസ് കിട്ടും. ദെൻ സൊല്യൂഷൻ സെറ്റ് 2-ൻ്റെ ആണെങ്കിൽ 1-ന് C ആണ്. 1-ന് C എന്ന് പറയുമ്പം 2 പ്ലസ് 2-ന് A മീൻസ് 1 പ്ലസ് 3-ക്ക് B എന്ന് പറയുമ്പോൾ 3 5 4 6 റുപ്പീസ്. ആൻസർ സെയിം ആയിരിക്കും. അസൈൻ ചെയ്തേക്കുന്നത് സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. കാരണം ഇവിടെ 2 zeros ഉള്ളതുകൊണ്ട് ഈ 0 സെലക്ട് ചെയ്യുക, ഈ സൊല്യൂഷൻ കിട്ടും. ഈ 0 സെലക്ട് ചെയ്യുക, ഈ സൊല്യൂഷൻ കിട്ടും. സോ ഫൈനൽ ആൻസർ ഈസ് 6.